ഹായ് ഫ്രണ്ട്സ്, മോം സൈഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ അരി വെള്ളത്തിടാൻ മറന്നുപോയി അല്ലെങ്കിൽ രാവിലെ കാപ്പിക്കുള്ള ഒന്നും കരുതി വെച്ചിട്ടില്ലെങ്കിൽ റവ ഉണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ നല്ല സോഫ്റ്റും ടേസ്റ്റും ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. അപ്പോൾ അതിന് നമുക്ക് ആവശ്യം വേണ്ടത് റവ, വറുക്കാത്ത റവയാണ് നല്ലത്. അപ്പോൾ റവ എടുക്കുക. അതിന് ശേഷം നമുക്ക് 1 കപ്പ് റവ ഞാൻ എടുത്തതിന് 1/2 കപ്പ് തൈര്, പുളിപ്പില്ലാത്ത വലിയ പുളിയില്ലാത്ത തൈര് ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. അതിനാവശ്യം 3/4 കപ്പോളം വെള്ളം എടുത്ത് അത് നല്ലപോലെ ഒന്ന് മിക്സാക്കി ഇളക്കി യോജിപ്പിച്ച് മാറ്റി വയ്ക്കാം. നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. പെട്ടെന്ന് നമ്മൾ പിന്നെ എന്തോ പറയാൻ അരി ഇട്ടില്ല അല്ലെങ്കിൽ രാവിലെ കാപ്പിക്കൊന്നും കരുതി വെച്ചില്ല എന്നൊക്കെ ഉള്ള ദിവസങ്ങളിൽ ഇങ്ങനെ റവ ഉണ്ടെങ്കിൽ എളുപ്പത്തിൽ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. നല്ല ടേസ്റ്റും അതുപോലെ നല്ല സോഫ്റ്റുള്ള ഒരു പലഹാരമായത് കേട്ടോ. അപ്പോൾ മക്കൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. പ്രത്യേകിച്ച് ഇതിന് കറിയോ ഒന്നും വേണ്ട. അതിന് പ്രത്യേകിച്ചൊരു കറി വെക്കണം അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യണം, അങ്ങനത്തെ ടെൻഷനൊന്നും അടിക്കേണ്ട കാര്യമല്ല. എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഞാനത് സ്പൂൺ വെച്ച് അങ്ങോട്ട് ഇളക്കിയിട്ട് എനിക്കത് അങ്ങോട്ട് ശരിയാവുന്നില്ല. കൈ വെച്ച് ചെയ്യുന്നതിൻ്റെ അത്രയും ഒരു എന്താ പറയാനാ, നമുക്ക് അളവൊന്നും പെട്ടെന്നൊന്നും നമുക്ക് മനസ്സിലാക്കി കിട്ടത്തുമില്ല. നമുക്ക് അങ്ങനെ ചെയ്ത് ശീലിച്ചുകൊണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ വീണ്ടും ഞാൻ കൈകൊണ്ട് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുന്നുണ്ട്. വെള്ളം നോക്കി ഒഴിക്കുക, ഒരുപാട് വെള്ളം ആവണ്ട. എന്നിട്ട് അതിന് ശേഷം നമുക്കതൊന്ന് നല്ലപോലെ ഒന്ന് മിക്സാക്കിയതിന് ശേഷം നമുക്കതൊന്ന് മാറ്റി വയ്ക്കാം. വെള്ളം നോക്കി തന്നെ ഒഴിക്കുക, ശ്രദ്ധിച്ച് നോക്കി ഒഴിക്കുക. ഒരുപാട് വെള്ളമായിപ്പോയാൽ, എന്നാലും കുറച്ച് വെള്ളം ഈ റവ ഒന്ന് ഒബ്സർവ് ചെയ്തെടുക്കുമെന്നെങ്കിലും ഒത്തിരി ആയിപ്പോകണ്ട. അപ്പോൾ അതിന് മാറ്റി വെച്ചതിന് ശേഷം നമുക്കിതിന് വേണ്ടിയിട്ടുള്ള ഒരു ചെറിയൊരു കൂട്ട് തയ്യാറാക്കി എടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാനൊന്ന് ചൂടായി വന്നതിന് ശേഷം ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ചേർക്കുന്നത്. അപ്പോൾ അവരവർ ഏത് ഓയിലാണോ ഉപയോഗിക്കുന്നത് അതെടുക്കുക. വെളിച്ചെണ്ണ ചേർക്കുമ്പോൾ അതിന് പ്രത്യേക ഒരു മണവും രുചിയൊക്കെയാണ്. അപ്പോൾ ഞാനിവിടെ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഏകദേശം 2-2.5 ടീസ്പൂണോളം വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് കടുകിട്ട് പൊട്ടിച്ചതിന് ശേഷം ഞാനിവിടെ നല്ല ഒരുവിധം വലിയ സവാള പൊടിയായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 2 ക്യാരറ്റ് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. 3-4 പച്ചമുളക്, കറിവേപ്പില 2 തണ്ട് എല്ലാം ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം നമുക്കിനി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ക്യാരറ്റും ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, അത് ഇട്ട് കൊടുക്കാം. പച്ചമുളക്, കറിവേപ്പില ഇതെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതൊന്ന് വഴറ്റിയെടുക്കണം. ഒത്തിരി വഴന്ന് പോകണ്ട, ചെറുതായിട്ടൊന്ന് വാടിക്കിട്ടണം, അത്രയേ ഉള്ളൂ. അപ്പോൾ അതൊന്ന് ആ എണ്ണയിലൊന്ന് വാടിക്കിട്ടണം, അത്രയേ ഉള്ളൂ. അപ്പോൾ അതിന് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഞാൻ ഈ സമയത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിന് ഈ കൂട്ടിന് വേണ്ടിയിട്ട് മാത്രമുള്ള ഉപ്പിട്ട് കൊടുക്കുക. നമ്മൾ മാവിൽ ഉപ്പിട്ടാണ് വെച്ചേക്കുന്നത്, അപ്പോൾ അത് ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ. ഇനി ഇതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. അപ്പോൾ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം, ഒത്തിരി സമയമൊന്നും എടുക്കത്തുമില്ല. ഇത്രയും മതിയാവും. നല്ല ഹെൽത്തിയുമാണ്. നമ്മളിത് എണ്ണയൊന്നും കൂടുതലായിട്ട് ചേർക്കുന്നില്ല. ഇപ്പോൾ ഇതിന് വെളിച്ചെണ്ണ ഇച്ചിരി ചേർത്തിട്ടുണ്ട്. അല്ലാതെ നമ്മൾ എന്താ പറയുക, എണ്ണയ്ക്കകത്തിട്ടല്ല പൊരിച്ചെടുക്കുന്നത്, നമ്മൾ ആവിയിലത് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ ഇനി ഇത് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം നമുക്കിനി ഇതിലേക്ക് 1/2 ടീസ്പൂണോളം ബേക്കിംഗ് സോഡയും കൂടെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇത് എൻ്റെ കയ്യിലിരിക്കുന്ന കുഞ്ഞ് സ്പൂണാണ്, അതുകൊണ്ട് അത് നിറച്ചെടുത്തേക്കണം. ഒത്തിരി എടുക്കരുത്, വലിയ സ്പൂണാണെങ്കിൽ വയറ്റിനൊക്കെ അത് അസ്വസ്ഥത ഉണ്ടാക്കും. അപ്പോൾ അത് നല്ലവണ്ണം മിക്സാക്കിയതിന് ശേഷം ഞാൻ ആദ്യം ഇഡ്ഡലി തട്ടിൽ ഇതുപോലെ കുറച്ച് ഒഴിച്ച് വെക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇഡ്ഡലി പോലെ ഉണ്ടാക്കിയെടുക്കണേ അങ്ങനെ എടുക്കുക, അല്ലെങ്കിൽ പ്ലേറ്റിൽ ഒഴിച്ച് പുഴുങ്ങിയെടുത്തതിന് ശേഷം നമുക്കത് കട്ട് ചെയ്ത് കഴിക്കാം. എങ്ങനെയാണോ ഓരോരോ ഇഷ്ടം അതിനനുസരിച്ച് ചെയ്യാം. അതല്ല ചെറിയ പാത്രങ്ങളുണ്ടല്ലോ, ചെറിയ കിണ്ണങ്ങൾ, അതിലൊക്കെ ഒഴിച്ച് വെച്ചും നമുക്ക് ആവി കയറ്റിയെടുക്കാം. അപ്പോൾ ആദ്യം ഞാൻ ഇഡ്ഡലി തട്ടിലാണ് ഒഴിച്ച് വെക്കുന്നത്. അപ്പോൾ അതൊന്ന് വെന്ത് വന്നതിന് ശേഷം ഞാൻ വീണ്ടും ബാക്കിയുള്ളതും അതുപോലെ തന്നെ ഒരു പാത്രത്തിൽ വെച്ച് ഞാൻ വേവിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു 10-15 മിനിറ്റോളം ഏകദേശം വേവിച്ചെടുക്കുക നല്ലപോലെ. അപ്പോഴേ നല്ലപോലെ ഉള്ളൊക്കെ ഒട്ടും ഇതാവാതെ വെന്ത് കിട്ടത്തുള്ളൂ. അപ്പോൾ ഇത് മാറ്റി വെച്ചതിന് ശേഷം നമുക്കിനി ഞാൻ ചെറിയ കിണ്ണങ്ങളിൽ ഇതുപോലെ ആക്കി വെച്ചിട്ടുണ്ട്, കണ്ടോ. ഇതുപോലെ അപ്പോൾ നിറച്ചൊഴിക്കേണ്ട, നിറച്ചെടുത്താൽ പൊങ്ങി നിൽക്കത്തില്ലേ. ഇപ്പോൾ ഈ ഒരു 3/4 ഭാഗത്തിലൊക്കെ ഒഴിക്കുവാണെങ്കിൽ നമ്മളത് വെന്ത് വരുമ്പോൾ നല്ല നിറഞ്ഞ് കിട്ടും. അപ്പോൾ അതും അടച്ച് വെച്ച് വേവിച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ
നല്ല ടേസ്റ്റിയാണ്. അതുപോലെ തന്നെ നല്ല പഞ്ഞ് പോലെയുള്ള നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാർക്കെല്ലാം ഒന്ന് അയച്ചു കൊടുക്കുക. എന്നെ തുടർന്ന് സപ്പോർട്ട് ചെയ്യുക. ഇപ്പോൾ എന്താ പറയാനാ, ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടും. ഒന്ന് ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. നല്ല രസമല്ലേ, കാണാൻ തന്നെ നല്ല ഭംഗിയാണ്, അത് കഴിക്കാനും നല്ല സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെയും എല്ലാവർക്കും ബായ്.